വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. CC ഓണം നല്ലോണം പഠിച്ചോണം. നമ്മൾ FIUGP ഫിസിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമ്മളൊരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയാണ് ഇത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് ദ FIUGP വാട്ട് എവറി ഫിസിക്സ് സ്റ്റുഡൻറ്റ് ഇൻ കേരള ഷുഡ് നോ. അപ്പോൾ FIUGP എന്താണ്, ഒരു ഫിസിക്സ് സ്റ്റുഡൻറ്റിന് FIUGP കൊണ്ട് എന്തൊക്കെയാണ് മെച്ചങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങൾ FIUGP ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്കൊരു റിസർച്ച് കരിയർ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് പോസ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫിസിക്സിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോബ് ഹാൻഡിൽസിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്തിപ്പെടാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, സോ നിങ്ങൾ FIUGP പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇപ്പോഴേ CSIR ഫിസിക്സ് പരീക്ഷ എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം എന്നുള്ളതാണ്. നിങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങണം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, നിങ്ങൾ പഠിക്കുന്ന കാര്യവും CSIR ഫിസിക്സിൻ്റെ സിലബസും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. സോ അത് 1 ഇയർ PG കൊണ്ട് പോലും നികത്താനാവാത്തത്ര അത്രയും ഡിഫറൻസ് ഈ രണ്ട് സിലബസും തമ്മിലുണ്ട് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. സോ ആ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് ബ്രിഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ ഇതിനു വേണ്ടി ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയാൽ മാത്രമേ സാധിക്കൂ. സോ അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണ് വേണ്ടത്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ വളരെ നല്ലത്. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മൾ ഡിസംബർ ബാച്ചിലേക്കുള്ള JRF വിക്ടറി ബാച്ചിൻ്റെ അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു മേ പ്ലീസ് ജോയിൻ. സോ എന്തിനു വേണ്ടിയാണ് FIUGP ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇത് FIUGPക്ക് മുമ്പ് കാര്യങ്ങൾ വളരെ നന്നായിട്ട് നടന്നുകൊണ്ടിരുന്നതല്ലേ, പിന്നെ എന്തിനു വേണ്ടിയാണ് FIUGP ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല കോർണറുകളിൽ നിന്നും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. FIUGPക്ക് മുമ്പും കാര്യങ്ങൾ നന്നായിട്ടാണ് പോയിരുന്നത് എന്ന് നമുക്ക് ക്ലെയിം ചെയ്യാമെന്നേ ഉള്ളൂ. പക്ഷേ FIUGPക്ക് മുമ്പും കാര്യങ്ങൾ അത്ര നന്നായിട്ടല്ല പോയിക്കൊണ്ടിരുന്നത്. കാരണം സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിലെ കുറവ്, ക്വാളിറ്റിയിലെ കുറവ്, ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളുടെയും ഒരു റിഫ്ലക്ഷനാണ് കാണിച്ചുകൊണ്ടിരുന്നത്. സോ കുട്ടികൾ ക്ലാസിക്കലായിട്ടുള്ള ഫീൽഡുകൾ ചൂസ് ചെയ്യുന്നത് കുറയുന്നു. അതിൻ്റെ പ്രധാന ഒരു പ്രശ്നം എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് അവർക്ക് പഠിച്ചിറങ്ങിയാൽ അന്നേരെ ഒരു ജോലി എന്നുള്ള രീതിയിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല എന്നതാണ്. സോ മറ്റ് പുതിയ ഫീൽഡുകളിൽ ഇപ്പോൾ നൂതനമായിട്ടുള്ള ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ ഫീൽഡുകളിലൊക്കെ AI, റോബോട്ടിക്സ് അങ്ങനത്തെ പുതിയ മേഖലകളിലൊക്കെ പഠിച്ചിറങ്ങിയാൽ അന്നേരം ജോലി എന്നുള്ള രീതിയിൽ. പക്ഷേ ക്ലാസിക്കൽ ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞു, റിസർച്ച് കഴിഞ്ഞു, പിന്നെയും ഗ്യാപ്പ്, അതിനുശേഷം കുറച്ച് അലച്ചിലിന് ശേഷമാണ് നമുക്ക് ജോലി കിട്ടിക്കൊണ്ടിരുന്നത്. സോ ആ ഒരു ഗ്യാപ്പ് ജോബ് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് താങ്ങാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് ഇതിലേക്കുള്ള ഇൻടേക്ക് കുറഞ്ഞു പോകുന്നത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇൻഡസ്ട്രി എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് കുട്ടികളെ ഒന്ന് ട്യൂൺ ചെയ്ത് കുട്ടികൾക്ക് വേണ്ടുന്ന സ്കില്ലുകളൊക്കെ വളർത്തി അവരെ ഇൻഡസ്ട്രി എക്സ്പോഷറിന് പാകപ്പെടുത്തുന്ന രീതിയിൽ മാറ്റുന്ന ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് FIUGP. പക്ഷേ നമ്മൾ ഇൻഡസ്ട്രീസിനെ എല്ലാം കൺസിഡർ ചെയ്തു, പക്ഷേ നമ്മൾ റിസർച്ചിനെയോ ഒരു സയൻറ്റിസ്റ്റ് പോസ്റ്റുകളെയോ അല്ലെങ്കിൽ ഒരു അധ്യാപകനാകാനുള്ള യോഗ്യതകളെയോ ഇതിനെയൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇൻഡസ്ട്രി എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് കൊടുക്കാം എന്ന് നമ്മൾ സിലബസ് തന്നെ മാറ്റിക്കൊണ്ട് തെളിയിച്ചു. പക്ഷേ മറ്റ് ഫീൽഡുകൾ, നമുക്ക് വേണ്ടുന്ന ഫീൽഡുകൾ, സയൻറ്റിസ്റ്റ് പോസ്റ്റുകളിലേക്ക് നമുക്ക് ആൾക്കാരെ ധാരാളം ആവശ്യമുണ്ട്. അധ്യാപകരാകാൻ, ക്വാളിറ്റിയുള്ള അധ്യാപകരാകാനുള്ള ആൾക്കാരെ, അറിവുള്ള സബ്ജക്റ്റ് നോളജുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇനിയും നമുക്ക് ധാരാളം ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് മറ്റ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട മറ്റ് ഫീൽഡുകളിലേക്ക്, റിസർച്ച് അസോസിയേറ്റുകൾ, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ആൾക്കാരെ നമുക്ക് ഇനിയും ആവശ്യമുണ്ട്.
നമ്മൾ ഇൻറ്റേൺഷിപ്പിന് ഇൻഡസ്ട്രീസിന് ആളെ കൊടുക്കുന്ന ഒരു ഫാക്ടറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സിങ് യൂണിറ്റ് ആയിട്ട് FIUGP മാറി എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കെയാണ് FIUGP കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ FIUGP കൊണ്ടുവന്നത് NEP 2020 ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ടാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. സോ NEP തന്നെയാണെങ്കിലും അവരും കൂടുതൽ ഇൻറ്റേൺഷിപ്പുകളെയും അങ്ങനെയുള്ള ഇൻഡസ്ട്രി എക്സ്പോഷറിനെയാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. സോ കുറേ വിമർശനങ്ങൾ പല ലേഖനങ്ങളിലൂടെയും പല റൈറ്റപ്സിലൂടെയും ഒക്കെ നമ്മളിങ്ങനെ വായിക്കുന്നതാണ്. കുറേ വിമർശനങ്ങളുണ്ട്. അപ്പോൾ FIUGPയെ പറ്റിയും കുട്ടികളെ എങ്ങനെ കൺസിഡർ ചെയ്യുന്നു, കുട്ടികളെ ഒരു ടൂളായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഇൻറ്റേൺഷിപ്പ് മൃഗങ്ങൾ എന്നുള്ള രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള കുറേ വിമർശനങ്ങളൊക്കെ ഇങ്ങനെ വായിക്കാറൊക്കെ ഉണ്ട്. സോ ആ ആക്ഷേപങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ നമ്മൾ FIUGPയുടെ മെച്ചത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് കരുതുന്നത്. ഓക്കെ, സോ നമുക്കറിയാം നമ്മുടെ ട്രഡീഷണൽ ഡിഗ്രി എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഫോർ 3 years ആൻഡ് FIUGP ഈസ് ഫോർ 4 years. 3 yearsൽ എക്സിറ്റ് എടുക്കാമെങ്കിൽ കൂടി. ദെൻ ഏർലിയർ we had a fixed syllabus, but in FIUGP it is having a flexible curriculum. We can select whatever we want. അല്ലേ, ഒരു ബുഫേ സിസ്റ്റം പോലെയാണ്. നമുക്ക് വേണ്ടത് മാത്രം എടുത്ത് നമുക്ക് പോയി ഇരുന്ന് സ്വസ്ഥമായിട്ട് നമുക്ക് നമ്മുടെ മീൽ ആസ്വദിക്കാം എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ FIUGPയുടെ സെറ്റപ്പ്. ദെൻ ലിമിറ്റഡ് ഇലക്റ്റീവ്സ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, ബട്ട് നൗ യു ഹാവ് മൾട്ടിപ്പിൾ ഇലക്റ്റീവ്സ്. നേരത്തെ സ്കിൽ പേപ്പറുകൾ, സ്കില്ലോ അതെന്താ എന്നുള്ള ചോദ്യമായിരുന്നു, അല്ലെങ്കിൽ അത് എക്സ്ട്രാ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യങ്ങളായിരുന്നു. ബട്ട് ഇപ്പോൾ അത് കരിക്കുലത്തിൽ തന്നെ അത് സ്റ്റിച്ച് ഓൺ ചെയ്തിരിക്കുകയാണ്. SCC, VAC, MDC എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം, അങ്ങനത്തെ സ്കിൽ പേപ്പറുകളെല്ലാം കരിക്കുലത്തിൻ്റെ പാർട്ട് ആൻഡ് പാഴ്സലാക്കി മാറ്റിയിരിക്കുകയാണ്. ദെൻ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് നേരത്തെ ഡിഗ്രിയിൽ, കൺവെൻഷണൽ ഡിഗ്രിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നാണ് FIUGPക്കാർ ക്ലെയിം ചെയ്യുന്നത്. ബട്ട് FIUGPയിൽ കൂടുതൽ റിസർച്ച് പാത്വേ അല്ലെങ്കിൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ കൂടി നന്നായിട്ട് നടക്കുന്നുണ്ട് എന്ന് അവർ ക്ലെയിം ചെയ്യുന്നു. അതിനോട് എനിക്ക് ചെറിയ എതിർപ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ റിസർച്ചിന് വേണ്ടത് ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു നോളജ് എല്ലാ കാര്യങ്ങളിലും നമുക്ക് വേണ്ടതാണ്. പക്ഷേ ഒരു പെരിഫറൽ നോളജ് വെച്ചിട്ട് റിസർച്ചിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് എത്രത്തോളം തിരിച്ചടി ഉണ്ടാകും എന്ന് കാലം തെളിയിക്കേണ്ട വസ്തുതയാണ്. അത് തെളിയിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതാണ് ഒരു വ്യത്യാസം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ FIUGP. ഒരു സ്ലൈഡിൽ അങ്ങ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് FIUGP ഡിഗ്രീസ് ഫോർ 160 credits ആൻഡ് മേജറായിട്ട് ഇവിടെ ഫിസിക്സ് സംസാരിക്കുന്നത് കൊണ്ട് ഫിസിക്സിനെ പറ്റി മാത്രം സംസാരിക്കാം. സോ മേജർ ഓർ കോർ ഫിസിക്സ്. സോ ഇറ്റ് ഈസ് ആൻ ഇൻ ഡെപ്ത് സ്റ്റഡി ഓഫ് കോർ ഫിസിക്സ് സബ്ജക്ട്സ് ആൻഡ് മാക്സിമം ക്രെഡിറ്റ്സ് ഗോസ് ഫോർ ദിസ്. അപ്പോൾ ഇത് ഇൻ ഡെപ്ത് സ്റ്റഡി ആണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, ഒരു സ്റ്റഡി ഓഫ് കോർ ഫിസിക്സ് എന്ന് മാത്രം പറയാം. കാരണം ഇൻ ഡെപ്ത് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമുക്ക് PG കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ 2 year PG 16 പേപ്പറുകൾ അല്ലെങ്കിൽ തിയറി പേപ്പറുകൾ 16 പേപ്പറുകൾ മിനിമം എങ്കിലും നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ ഒരു ഏകദേശം ഒരു ഇൻഡെപ്ത് നോളജ് എന്ന് നമുക്ക് ക്ലെയിം ചെയ്യാനെങ്കിലും പറ്റൂ. അപ്പോൾ ഇവിടെ അത്രയും ഡീപ്പായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നില്ല. ഒരു പെരിഫറൽ നോളജ് എല്ലാ കാര്യങ്ങളെ പറ്റിയും കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇന്ന കാര്യങ്ങളുണ്ട്, ഇവിടെ ഇന്ന കാര്യങ്ങളുണ്ട് എന്നുള്ള ഒരു പൊതുവായിട്ടുള്ളൊരു അറിവ് കൊടുക്കുന്നുണ്ട് എന്നതിൽ കവിഞ്ഞ് ഒരു കുട്ടിക്ക് ഒരു പ്രോപ്പർ റിസർച്ചിന് വേണ്ട അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചാൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടുന്ന ഒരു അറിവ് പോലും FIUGPയിൽ കിട്ടുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. ദെൻ സെക്കൻഡ് മൈനർ ആണ്. സോ മൈനർ സബ്ജക്ട്സ് ഫ്രം അനദർ ഡിസിപ്ലിൻ ഓഫ് യുവർ ചോയ്സ് ആൻഡ് വിച്ച് ബ്രോഡൻസ് യുവർ നോളജ്. ഇപ്പം മൈനർ ഉണ്ട്, കോർ ഉണ്ട്, മൈനർ ഉണ്ട്. ആൻഡ് തേർഡ് വൺ ഈസ് മേജർ ഉണ്ട്, മൈനർ ഉണ്ട്. ദെൻ തേർഡ് വൺ ഈസ് യുവർ MDC, ഇറ്റ് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്. അപ്പോൾ MDC എന്നൊക്കെ പറഞ്ഞാൽ അത് ഞാൻ MDC കോഴ്സ് എടുത്തിട്ടുള്ള ആളാണ്, എടുത്തുകൊണ്ടിരിക്കുന്ന ആളുമാണ്. അപ്പോൾ MDC എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഫിസിക്സിന് MDC എടുക്കുന്നത് BComകാരും മറ്റ് BSW അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഫിസിക്സ് ഒക്കെ എടുക്കാൻ വരുന്നത്. കാരണം സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർ സയൻസിനെ പറ്റിയുള്ള ഒരു നോളജ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്നതാണ്. പക്ഷേ നമ്മൾ പഠിപ്പിക്കുന്നതോ 10ാം ക്ലാസ്സിലെ ലെവൽ പോലും ഇല്ലാത്ത ഫിസിക്സാണ് അവരെ പഠിപ്പിക്കുന്നത്.
അപ്പോൾ വീണ്ടും അവരെ നമ്മൾ ഡൗൺഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അപ്പോൾ MDC ഇവിടെ പറയുന്നത് എൻകറേജസ് ഇന്റർ ഡിസിപ്ലിനറി ലേണിംഗ്. അപ്പോൾ ഇന്റർ ഡിസിപ്ലിനറി ലേണിംഗ് എൻകറേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം സ്റ്റാൻഡേർഡ് നമ്മൾ എല്ലാ MDC പേപ്പറുകളിലും കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി അത് ഭാവിയിൽ കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഒരു പ്രതീക്ഷ. ഇപ്പോൾ അതൊരു എക്സ്പെരിമെൻ്റൽ സ്റ്റേജ് ആയതുകൊണ്ട് അങ്ങനെ വന്നതായിരിക്കാം. ഇനി അത് കൂടുതൽ ഒരു സ്റ്റാൻഡേർഡ് പേപ്പറുകൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള MDC കോഴ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ അതാണ് മൾട്ടി ഡിസിപ്ലിനറി MDC കോഴ്സ്, തേർഡ് വൺ. ആൻഡ് ഫോർത്ത് വൺ ഈസ് SEC, ദാറ്റ് ഈസ് എ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ്. അപ്പോൾ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ഈസ് എ സ്കിൽ ഫോർ എംപ്ലോയബിലിറ്റി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. സോ ഇറ്റ് ബിൽഡ്സ് പ്രാക്ടിക്കൽ ആൻഡ് ടെക്നിക്കൽ സ്കിൽസ് ഫോർ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ അതിൻ്റേതായ മീനിങ് ആയിട്ടുള്ള ഒരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ സെർവ് ഗുഡ്. അതർവൈസ് ഒരു പേപ്പർ പഠിച്ചു പോകുന്നു എന്നതിനപ്പുറം ഒന്നും നടക്കില്ല. സോ പ്രോപ്പറായിട്ട് സ്കില്ല് വളർത്തുന്നുണ്ടോ എന്നുള്ളതും അനലൈസ് ചെയ്യപ്പെടേണ്ടതാണ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് VAC. VAC ഈസ് വാല്യൂ ആഡഡ് കോഴ്സാണ്. അപ്പോൾ ഇറ്റ് പ്രൊമോട്ട് വാല്യൂസ്, എത്തിക്സ്, എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ അവയർനെസ്. അപ്പോൾ ഒരു വാല്യൂ ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനും ഒരു VAC കോഴ്സ് പഠിപ്പിച്ചിട്ടുള്ളതാണ്, സയൻസ് ഫിസിക്സ് ഫോർ സൊസൈറ്റി. അപ്പോൾ ഫിസിക്സ് ഫോർ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സയൻറ്റിഫിക് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, നമ്മൾ സയൻറ്റിഫിക് ടെമ്പർ, കോൺസ്റ്റിറ്റ്യൂഷണൽ സയൻറ്റിഫിക് ടെമ്പർ, അല്ലെങ്കിൽ നമുക്കൊരു പൗരൻ ഉണ്ടായിരിക്കേണ്ട ശാസ്ത്രചിന്ത എത്രത്തോളം ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പൗരന് പകർന്നു കൊടുക്കേണ്ട ശാസ്ത്രചിന്ത എത്രത്തോളം ഉണ്ടാവണം. ഇപ്പം ഇന്നത്തെ കാലത്ത് ശാസ്ത്രം വളച്ചൊടിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഭരണഘടനയിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെ പറ്റിയുള്ള പഠനമൊക്കെയാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് പഴയ കാലത്ത് എങ്ങനെയാണ് സയൻസ് ഡെവലപ്പ് ചെയ്ത് വന്നത്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ ആരൊക്കെ, അവർക്ക് സയൻസ് ഡെവലപ്പ് ചെയ്ത് വന്ന സമയത്ത് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ എന്തൊക്കെ, അങ്ങനത്തെ ചരിത്രം പഠിച്ച് പിന്നെ നമ്മൾ ഇങ്ങനെ വന്ന് സയൻറ്റിഫിക് ടെമ്പർ ബേസിക്കലി ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് ഒരു കോഴ്സ് കൊണ്ട് എത്രത്തോളം സയൻറ്റിഫിക് ടെമ്പർ അവരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതും ഈ പറഞ്ഞ പോലെ ഒരു പേപ്പറായി ഒതുങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. പക്ഷേ എല്ലാ കുട്ടികളിലേക്കും ഒരുപോലെ നമുക്ക് അത് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യവും സംശയമുണ്ട്. കാരണം കുട്ടികളുടെ ലെവൽ പലതാണ്, പഠിക്കുന്ന സബ്ജക്റ്റുകളും പലതാണ്. സയൻസ് അല്ലാത്ത സബ്ജക്റ്റ് പഠിക്കുന്ന ഒരാൾക്ക് സയൻറ്റിഫിക് ആയിട്ട് ഒരു കോഴ്സ് കൊണ്ട് തിങ്ക് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ റീസണിങ് ഒക്കെ സയൻറ്റിഫിക് ആയിട്ട് നിങ്ങൾ അനലിറ്റിക് ആയിട്ട് തിങ്ക് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. അപ്പോൾ അവർ കുട്ടികൾ സെമിനാർ എടുക്കുന്ന സമയങ്ങളിലൊക്കെ അവർ പറയാറുണ്ട്, അവരുടെ പഴയ കാലത്ത് അവർക്ക് നേരിടേണ്ടി വന്ന മിത്തുകളെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെ കുട്ടികൾ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് പെൺകുട്ടികളൊക്കെ അവർ പറയാറുണ്ട്, അവരുടെ പീരീഡ്സിൻ്റെ സമയത്ത് അവർക്ക് നേരിടേണ്ടി വന്ന വീടുകളിൽ നിന്ന് പരമ്പരാഗതമായിട്ട് നമ്മുടെ വീടുകളിൽ ഒക്കെ ഉള്ള കുറേ അശാസ്ത്രീയമായ ചിന്തകളെ പറ്റിയും ഒക്കെ അവർ വളരെ അത്ഭുതകരമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഇത് കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ വേറൊരു സിനാരിയോ വന്നു കഴിയുമ്പോൾ അവരെങ്ങനെ ആ ഒരു കാര്യത്തെ സയൻറ്റിഫിക് ആയിട്ട് ട്രീറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ചെറിയ സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ VSc കോഴ്സും നമ്മുടെ FIUGP കരിക്കുലത്തിൻ്റെ ഭാഗമാണ്. ദെൻ യുവർ സിക്സ്ത് വൺ ഈസ് യുവർ AEC, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്. സോ ഈ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ് ഒരു നല്ല കാര്യം. അവിടെ കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ്, സോഫ്റ്റ് സ്കിൽസ്. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഏത് ഫീൽഡിലേക്ക് നമ്മൾ പോയാലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവണം. നമ്മുടെ സോഫ്റ്റ് സ്കിൽ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്ത് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു കോഴ്സാണ് AEC കോഴ്സുകൾ എന്ന് പറയുന്നത്. സോ ദാറ്റ് വിൽ ട്യൂൺ എ ബെറ്റർ യു. അപ്പം നിങ്ങളെ കുറച്ചുകൂടി നന്നാക്കുക എന്നുള്ള എന്താണ് ഇൻ്റർവ്യൂ സ്കില്ലുകളും മറ്റാൾക്കാരുമായിട്ട് എങ്ങനെ ഇടപെടണം, അങ്ങനത്തെ സ്കില്ലുകളൊക്കെ അങ്ങനത്തെ എബിലിറ്റീസ് ഒക്കെ വളർത്തിയെടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു കോഴ്സാണ്
AEC. Then last one is your research project or internship. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് നമുക്ക് പല കാലങ്ങളിലായിട്ട് ഇൻറ്റേൺഷിപ്പ് എടുക്കാം. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് ആണെങ്കിലും അവിടെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പിന് പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ എല്ലാ കോളേജുകളും തന്നെ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 months ഇൻറ്റേൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ശേഷം അവർക്ക് 4th ഇയറിൽ ഇവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഇൻറ്റേൺഷിപ്പിന് പോകാമെന്നൊക്കെ ക്ലെയിം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ 2 മാസത്തെ ഇൻറ്റേൺഷിപ്പ് കൊണ്ട് ഒരു ഇൻഡസ്ട്രി എക്സ്പോഷറൊക്കെ അവർക്കൊരു ഞാൻ അത് ഈ വിമർശനങ്ങൾ വായിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. വിമർശനം നടത്തുന്ന ആൾക്കാർ, വിമർശനം ഉന്നയിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത് പല കമ്പനികൾക്കും ശമ്പളം കൊടുക്കാത്ത തൊഴിലാളികളായിട്ട് അവരെ മാറ്റാം എന്നുള്ളതാണ്. 2 മാസത്തേക്ക് ശമ്പളം കൊടുക്കേണ്ടാത്ത എന്നാൽ എല്ലാ തൊഴിലുകളും ചെയ്യേണ്ട തൊഴിലാളികളായിട്ട് അവരെ മാറ്റാൻ പറ്റുന്നു എന്നുള്ളതാണ്. ശമ്പളം കൊടുക്കുന്ന സ്ഥാപനങ്ങളുമുണ്ട്, കൊടുക്കാത്ത സ്ഥാപനങ്ങളുമുണ്ട്. കൊടുക്കുന്ന സ്ഥാപനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. സോ അപ്പോൾ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ബെറ്റർ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് കിട്ടും. ആ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് എങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു, നമ്മുടെ സ്കില്ലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഈ കുട്ടികൾ ഫസ്റ്റ് ബാച്ച് പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മൾ മെഷർ ചെയ്യേണ്ട കാര്യമാണ്. അവർ എന്തൊക്കെ ഗെയിൻ ചെയ്തു, എന്തൊക്കെയാണ് അവർക്ക് കിട്ടിയത്, അവർക്ക് ലാക്ക് ചെയ്യുന്ന സ്കില്ലുകൾ എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഫസ്റ്റ് ബാച്ച് 2 ബാച്ചുകൾ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. സോ ഇതാണ് ഒരു FIUGPയുടെ ഒരു ഓവറോൾ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ് ബിൽഡ്സ് എ വെൽ റൗണ്ടഡ് ഫിസിക്സ് ഗ്രാജുവേറ്റ്. അപ്പം അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഒരു ഇൻഡെപ്ത് നോളജ് എത്രത്തോളം കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം സംശയമാണ്. Then these are the advantages for physics students: research, communication, programming, data analysis, projects, internships. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ്. നമുക്ക് ബെറ്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോയി ഇൻറ്റേൺഷിപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഡേറ്റ അനാലിസിസ് പോലെയുള്ള അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പോലെയുള്ള അഡീഷണൽ സ്കില്ലുകളും കൂടി നിങ്ങളൊന്ന് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്കിൽ പൂളിനെ എൻഹാൻസ് ചെയ്യുന്ന കാര്യങ്ങളും കൂടിയാണ്. ദെൻ വേർ ദ ഫിസിക്സ് സ്റ്റുഡൻസ് നീഡ് ടു ഗോ ബിയോണ്ട് ദ ക്ലാസ് റൂം. അപ്പോൾ ഇങ്ങനത്തെ കോമ്പറ്റീറ്റീവ് എക്സാം, CSIR ഫിസിക്സ് പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാം നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബിയോണ്ട് ദ ക്ലാസ് റൂം ഗ്രോത്ത് എവിടെയൊക്കെയാണ് വരേണ്ടത്. സോ ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ യൂണിവേഴ്സിറ്റി ലേണിംഗ് ആൻഡ് നാഷണൽ കോമ്പറ്റീറ്റീവ് എക്സാംസ്. അത് FIUGPക്ക് മാത്രമല്ല, ഏത് ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾ പഠിച്ചാലും അല്ലെങ്കിൽ ഏത് PG കോഴ്സുകൾ നിങ്ങൾ പഠിച്ചാലും നമ്മൾ പഠിക്കുന്ന സിലബസും നാഷണൽ ലെവലുള്ള ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ സിലബസും തമ്മിൽ ഒരു നല്ല ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ എത്രത്തോളം ഗ്യാപ്പ് കുറഞ്ഞിരിക്കുന്നുവോ അത്രത്തോളം നമുക്കിത് പാസ്സാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ അത്രത്തോളം നമ്മുടെ കഷ്ടപ്പാട് കുറഞ്ഞിരിക്കും എന്നുള്ളതാണ് സത്യം. ഓക്കെ, സോ അല്ലെങ്കിൽ നമുക്ക് ഈ ഗ്യാപ്പ് പ്രോപ്പറായിട്ട് അടയ്ക്കാനായിട്ട് പറ്റണം. അപ്പോൾ അത് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല സക്സസ്ഫുൾ ആയിട്ട് നാഷണൽ ലെവൽ എക്സാംസ് കോമ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റൂ. ഓക്കെ, സോ യുവർ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ് FIUGP ഫിസിക്സ്. ഇപ്പോൾ FIUGP സംസാരിക്കുന്നത് കൊണ്ട് മാത്രം, ഓക്കെ, ദാറ്റ് ഈസ് എ ഫൗണ്ടേഷൻ വേർ യു വിൽ ലേൺ കോർ ഫിസിക്സ് കോഴ്സസ്, യു വിൽ ഹാവ് ലബോറട്ടറി വർക്ക്സ്, പ്രോജക്ട്സ്, അസൈൻമെന്റ്സ്, എക്സെട്ര, SECs, MDCs, എക്സെട്ര. ഇതെല്ലാം അവിടെ ഉണ്ട്. Then this is the bridge here that you have to build. Okay, so this bridge is built through consistent effort, curiosity and self preparation. ഇവിടെ എപ്പോഴും കോളേജുകൾക്കോ യൂണിവേഴ്സിറ്റീസിനോ ഒന്നും നിങ്ങളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഈ ബ്രിഡ്ജ് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നിർമ്മിച്ചെടുക്കേണ്ടതാണ്. ദിസ് ബ്രിഡ്ജ് ഷുഡ് ബി ബിൽറ്റ് ഓഫ് കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, then strong mathematical foundation, advanced problem solving, previous year questions familiarization, then time management and speed, regular tests and analysis. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഇവിടെ എത്താൻ പറ്റൂ. മനസ്സിലാകുന്നുണ്ടോ?
ഈ കോൺസെപ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പഠിക്കുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് ഒന്ന് ക്രിട്ടിക്കലായിട്ടൊന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ രണ്ടിനെ സിലബസ് വെച്ചിട്ട് നിങ്ങളൊന്ന് ചുമ്മാ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ പഠിക്കുന്നത് എന്ത്, പഠിക്കാനിരിക്കുന്നത് എന്ത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് തീർത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പർ കോൺസെപ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ. മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ആണെങ്കിൽ പോലും +2 നമ്മൾ എന്താണ് പഠിച്ചതെന്നൊക്കെ നമുക്കറിയാം അല്ലേ. പ്രോപ്പറായിട്ട് മാത്തമാറ്റിക്സ് +2 പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിലും ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ സ്കിൽസും ഒക്കെ നമ്മുടെ ഇന്ന് കൈമോശം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ വളർത്തിയെടുക്കേണ്ടത് വളരെ ക്രൂഷ്യലാണ്. ദെൻ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. ഇപ്പോൾ ഏത് FIUGP ആണെങ്കിലും അല്ലെങ്കിലും എന്താണെങ്കിലും പ്രോബ്ലം സോൾവിങ് ഒന്നും നമ്മളങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാറില്ല. പ്രോബ്ലംസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ പ്രോബ്ലംസ് മാക്സിമം വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമിന് നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫെമിലിയറൈസ്ഡ് ആവണം. ടൈം മാനേജ്മെൻറ്റ് പഠിക്കണം. 3 മണിക്കൂർ കൊണ്ട് ഇത്രയും പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അല്ലെങ്കിൽ കോൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് തീർക്കേണ്ടതാണ്. FIUGPയുടെ കുഞ്ഞു കുഞ്ഞു എക്സാമുകൾ എഴുതുന്നത് പോലെ നാഷണൽ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാമിനെ ട്രീറ്റ് ചെയ്യരുത്. നമുക്കത് അപകടമാണ്. ഓക്കെ, സോ ടെസ്റ്റുകൾ എഴുതി അനലൈസ് ചെയ്ത് എക്സാം സ്കില്ല് വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബ്രിഡ്ജ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റൂ. സോ CSIR നെറ്റ്, JRF ഉണ്ട്, ഗേറ്റ്, ജസ്റ്റ്, ജാം എക്സാമുകളുണ്ട്, പിന്നെ PhD അഡ്മിഷൻസ് ഉണ്ട്, പിന്നെ റിസർച്ചറായിട്ട് നിങ്ങൾക്ക് പോവാം. ദെൻ എന്നിട്ട് പിന്നെ വേണം സയൻറ്റിസ്റ്റ്, പ്രൊഫസർ പോസ്റ്റുകൾ അങ്ങനെയൊക്കെ പോകാൻ. ഓക്കെ, സോ ആ ഒരു ജേണി കുറച്ച് പ്രയാസമാണെങ്കിലും മനസ്സ് വെച്ചാൽ അത് നടക്കുന്നത് തന്നെയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദി യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ വേഴ്സസ് നാഷണൽ എക്സാമിനേഷൻ കമ്പാരിസൺ. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറയുന്നത് സെമസ്റ്റർ ബേസ്ഡ് എക്സാം ആണ്. ക്രെഡിറ്റ്, GPA is their descriptive mode of exam. There are moderate numericals. But for a CSIR, like national exams, it is a comprehensive examination. Competition വളരെ റിച്ച് ആണ്. Then national ranking ഉണ്ട്. Then it is more analytical in nature. Then advanced numericals അതിൽ included ആണ്. Okay, so here what does a CSIR question really test? അപ്പോൾ അതിലൊരു എക്സാമ്പിൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുക, നോക്കിക്കേ, കണ്ടോ. യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ സ്റ്റേറ്റ് ദ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഗ്രേഡായി, മാർക്കായി, നമുക്ക് A+ ആയി അല്ലെങ്കിൽ ഫുൾ മാർക്കായി. ബട്ട് ഫോർ CSIR വാട്ട് ഡസ് ദേ ആസ്ക്? സോ an electron is confined inside a one-dimensional box of width L, and if the width is suddenly reduced to L/2, which quantity changes immediately? മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ലെവൽ ട്രാൻസ്ഫർമേഷൻ ആണ് നമ്മൾ ഈ രണ്ട് എക്സാമുകൾ തമ്മിൽ ആ ഒരു ഡിഫറൻസ് കാണിക്കുന്നത്. മനസ്സിലായോ? സോ അതുകൊണ്ട് അവിടെ പ്രോബ്ലം ആണ്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ള സിമ്പിൾ ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം അല്ല തന്നിരിക്കുന്നത്. പിടികിട്ടിയോ? സോ ആ ഒരു ഗ്യാപ്പ് വളരെ വൈഡാണ്. അത് നിങ്ങൾ മിനിമൈസ് ചെയ്ത് കൊണ്ടുവരണം. സോ ഞാനത് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. സോ this is the biggest misconception. So good university marks automatically guarantee success in CSIR. ഒരു നിർബന്ധവും ഇല്ല. യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് 100% മാർക്ക് കിട്ടിയെന്ന് കരുതി CSIR ഫിസിക്സ് നിങ്ങൾ പാസ്സാകുമെന്ന കാര്യത്തിന് യാതൊരു ഉറപ്പുമില്ല. കിട്ടിയോ? ദെൻ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ദിസ് ഇസ് ദ ഹിഡൻ ഓപ്പർച്യൂണിറ്റി ഇൻസൈഡ് FIUGP. ഫസ്റ്റ് സെമസ്റ്റർ മുതൽ നിങ്ങൾ എന്തായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ ഒരു രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തണം. സോ ദിസ് ഈസ് സെമസ്റ്റർ 1. നിങ്ങൾ മെക്കാനിക്സ് പഠിക്കുന്നുണ്ട്, കാൽക്കുലസ് പഠിക്കുന്നുണ്ട്, ഓൾജിബ്ര ഒക്കെ പഠിക്കുന്നുണ്ട്. സോ ഇത് നിങ്ങൾ സ്ട്രോങ് ആക്കുക. സെമസ്റ്റർ 2 വേവ്സ്, ഒപ്റ്റിക്സ്, മാത്തമാറ്റിക്കൽ മെത്തേഡ്സ്. ദെൻ സെമസ്റ്റർ 3 ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, വെരി ക്രൂഷ്യൽ. സെമസ്റ്റർ 4 thermodynamics and statistical physics. Semester 5 quantum mechanics and nuclear physics. Then semester 6 solid state electronics. Semester 7 advanced physics topics. Then semester 8 your research project. There is a specialization. അപ്പോൾ ഇങ്ങനത്തെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കാൻ തന്നിരിക്കുന്നത് മാത്രമല്ല, കുറച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള പഠനം കൂടി, നിങ്ങളുടേതായിട്ടുള്ള ഒരു പഠനം കൂടി നിങ്ങൾ ഇതിൽ കൊണ്ടുവരണം.
CSIR ലെവൽ ഓഫ് സ്റ്റഡി നിങ്ങൾ കൊണ്ടുവരണം. എങ്കിലേ നിങ്ങൾ 4th ഇയർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രോപ്പർ ട്രാൻസിഷൻ നടക്കൂ. ഓക്കെ, സോ ഇത് ഉണ്ടാവണം. സോ യൂസ് വാട്ട് യു ലേൺ ഇൻ ഈച്ച് സെമസ്റ്റർ ടു ബിൽഡ് എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്, സ്ട്രെങ്ത് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആൻഡ് പ്രിപ്പയർ ഫോർ CSIR നെറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഫസ്റ്റ് സെമസ്റ്ററിലെ നിങ്ങൾ CSIR ഫിസിക്സ് എഴുതാൻ യോഗ്യരായി എന്നല്ല അർത്ഥം. 8 സെമസ്റ്ററും പഠിച്ചു കഴിയണം, എങ്കിലേ എഴുതാൻ യോഗ്യരാവൂ. അപ്പോൾ ഓരോ സെമസ്റ്ററിലും നിങ്ങൾ ഓരോ ബ്ലോക്ക് വെച്ച് അടുക്കി സക്സസ് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, അതാവണം നമ്മുടെ ലക്ഷ്യം കേട്ടോ. ദെൻ സോ ഈച്ച് സെമസ്റ്റർ നിങ്ങളുടെ ഉദ്ദേശം ഇതായിരിക്കണം: സ്ട്രോങ് കോൺസെപ്റ്റ് ആഡ് ആവണം, ദെൻ മാത്തമാറ്റിക്കൽ സ്കിൽസ് ഇംപ്രൂവ്ഡ് ആവണം, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി എൻഹാൻസ് ചെയ്യണം, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യണം, ദെൻ റിവിഷൻ നടത്തണം. സെമസ്റ്റർ 2 സെമസ്റ്റർ 1 കാര്യം കംപ്ലീറ്റ് മറന്നുകൊണ്ടല്ല പോകേണ്ടത്. ഓക്കെ, ദെൻ കോൺഫിഡൻസ് ആൻഡ് കൺസിസ്റ്റൻസി. അത് സെമസ്റ്റർ 1 മുതൽ സെമസ്റ്റർ 8 വരെ ഒരേ കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ കൊണ്ടുപോകണം. ഓക്കെ, ദെൻ സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ ഷുഡ് എവറി സ്റ്റുഡൻറ് ഷുഡ് ആസ്ക്: Am I studying only to pass the next semester, or am I preparing for the next stage of my career? ഫസ്റ്റ് സെമസ്റ്ററിൽ കാലെടുത്ത് വെക്കുമ്പോഴേ നിങ്ങൾ ഈ കോഴ്സ് തീർന്ന് എവിടെ ചെല്ലാൻ ആഗ്രഹിക്കുന്നോ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ ഈ കോഴ്സ് തീർന്നിട്ട് അത് പ്രിപ്പയർ ചെയ്തിട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകാം എന്ന് നിങ്ങൾ ധരിക്കരുത്. അത് ടൈം വേസ്റ്റ് ആണ്. അതിനുവേണ്ടി നിങ്ങൾ ഒരിക്കലും നിൽക്കാൻ പാടില്ല. സോ ഫസ്റ്റ് സെമസ്റ്റർ മുതലേ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ നിങ്ങളുടെ പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഓണം ഓഫറോട് കൂടി ഞങ്ങളുടെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 20% ഓഫിൽ നിങ്ങൾക്ക് നമ്മുടെ CSIR ഫിസിക്സ് JRF ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ നിങ്ങളെല്ലാവരെയും ഞാൻ നമ്മളുടെ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ വി വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക് യു. CC ഓണം, നല്ലോണം പഠിച്ചോണം.